ഹായ്, നമ്മൾ ഇവിടെ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ്. ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ്. 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന എല്ലാ നമ്പേഴ്സിനെയും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് n എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈപ്പാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഹോൾ നമ്പേഴ്സിനെ നമുക്ക് W എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഹോൾ നമ്പേഴ്സും അതിൻ്റെ നെഗറ്റീവും അടങ്ങുന്നതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന് നമുക്കൊരു സ്റ്റാർട്ടിംഗ് നമ്പർ കണ്ടെത്താൻ പറ്റില്ല. ഇൻഡിജേഴ്സിന് നമുക്ക് 0, 1, 2, 3 ഇങ്ങനെ എത്രയും പോകും. അതുപോലെ തന്നെ 0ൻ്റെ ഇപ്പുറത്ത് -1, -2, -3 ഇങ്ങനെ നെഗറ്റീവ് സൈഡിൽ എത്രയും പോകും. എല്ലാ പോസിറ്റീവ് ഹോൾ നമ്പേഴ്സും അതിൻ്റെ നെഗറ്റീവും അടങ്ങുന്നതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിനെ നമുക്ക് Z എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ ആണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇതിലൊരു കണ്ടീഷനുണ്ട്, Q 0 ആവാൻ പാടില്ല. For example, we can say 1/2, 0.75. 0.75 നമുക്ക് 3/4 എന്ന് എഴുതാം. So 0.75 is a rational number and another one is -3.5. 3.5 നമുക്ക് -7/2 എന്ന് എഴുതാം. റാഷണൽ നമ്പേഴ്സിന് നമുക്ക് Q എന്ന് എഴുതാം. Q. നെക്സ്റ്റ് ടൈപ്പാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി കൻ സേ √2. √2നെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ആൻഡ് അനദർ വൺ ഈസ് പൈ. ഈ പൈക്ക് ഇതുവരെ ആരും ഒരു വ്യക്തമായ നമ്പർ കണ്ടുപിടിച്ചിട്ടില്ല. ഈ പൈയുടെ എത്ര കുറച്ച് ഡിജിറ്റ്സ് മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് E, Euler's number.
Next one is real numbers. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ ലൈൻ വരച്ചു. ഒരു നമ്പർ ലൈൻ വരച്ചു ഇതുപോലെ. ഇവിടെ 0 1 2 3, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും -1 -2 ഇങ്ങനെ. നമുക്ക് ഈ നമ്പർ ലൈനിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ 3.1. ഈ 3.1നെ നമുക്ക് ഈ നമ്പർ ലൈനിൽ ഏകദേശം ഇവിടെ ഇട്ട് കാണിക്കാം. 3.1 ഈ ഒരു പോയിന്റിൽ. മറ്റൊരു എക്സാമ്പിളാണ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ നമുക്ക് 0.5നെ ഇവിടെ ഇട്ട് കാണിക്കാം. അനദർ വൺ ഈസ് പൈ. പൈ ഒരു റിയൽ നമ്പറാണ്. പൈൻ്റെ വാല്യൂ ഏകദേശം 3.14. പൈയും ഏകദേശം ഈ ഒരു പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും 3.1ൻ്റെ അടുത്ത്. ആൻഡ് ഓൾസോ നെഗറ്റീവ് നമ്പേഴ്സ്, യു ക്യാൻ സേ -1.5. -1.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് ആയിട്ട് വരും. ഇങ്ങനെ നമ്പർ ലൈനിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായും നമ്പേഴ്സ് വെച്ച് എഴുതാൻ കഴിയുന്ന നമ്പേഴ്സിനെയും റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. റിയൽ നമ്പേഴ്സിനെ നമുക്ക് R എന്ന് എഴുതാം. R. നെക്സ്റ്റ് ടൈപ്പാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായി നമ്പേഴ്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് നമുക്കതിനെ a+bi എന്ന ഫോമിൽ എഴുതാം. ഇങ്ങനെ a+bi എന്ന ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 3 + 2i. മറ്റൊരു എക്സാമ്പിളാണ് -1 - i. നമുക്ക് പൂർണ്ണമായി നമ്പേഴ്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ 5. 5നെ നമുക്ക് ഇങ്ങനെ വിളിച്ചൂടെ? 5 + 0i. ഓക്കെ, ഇതിൽ എന്താണ് i? i എന്ന് പറയുന്നതാണ് ഇമാജിനറി നമ്പർ. ഫോർ എക്സാമ്പിൾ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. -1. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള -1നെയാണ് നമ്മൾ i എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് -4ൻ്റെ റൂട്ട് കാണണം. നമുക്കിതിനെ -1 × 4 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതെങ്ങനെയാവും -1 ഇൻറ്റു √4 എന്താ 2 -√2 ഇൻറ്റു 2 ഈ -1 നമുക്ക് I എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എന്താവും? ആൻസർ 2I. ഇങ്ങനെ നമുക്ക് I വെച്ചിട്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും. -4ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് 2I എന്ന് കിട്ടിയത്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് C എന്ന് വിളിക്കാം. C എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈപ്പാണ് പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറോ, അതായത് ആ നമ്പറിന് 1ഓ അതോ ആ നമ്പറോ മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സായി വരുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 ഒരു പ്രൈം നമ്പറാണ്. അതായത് 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 and 2. അതുപോലെ നെക്സ്റ്റ് 2 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പറാണ് 3 എന്ന് പറയുമ്പോൾ 3 and 1. ഇനി 4 പ്രൈം നമ്പർ ആണോ? 4ൻ്റെ ഫാക്ടേഴ്സ് ആണ് 4. അതുപോലെ 2 വരും and 1. ഇതിൽ ഈ 4ൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ കണ്ടീഷൻ ഇതിൽ കറക്റ്റ് ആവുന്നില്ല. അതായത് ഇതിൽ 4 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സിന്റെ കണ്ടീഷൻ എന്താ? ആ നമ്പറോ അല്ലെങ്കിൽ 1ഓ അതിന് ഫാക്ടേഴ്സായി വരാൻ പാടുള്ളൂ. ഇതിൽ ഫാക്ടേഴ്സായി 2 വന്നു, അപ്പോൾ ഇത് തെറ്റാണ്. അതായത് 4 ഒരു പ്രൈം നമ്പർ അല്ല. ഈ പ്രൈം നമ്പേഴ്സ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയ ഒരു കാര്യമാണ്. നമുക്ക് ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 1, 3, 5, 7 അങ്ങനെ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി പ്രൈം നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു വഴിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 52 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാം. ആദ്യം ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 52 divided by 2, അതായത് 26 എന്ന ആൻസർ കിട്ടും. അതായത് 52 ഒരു പ്രൈം നമ്പർ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. മറ്റൊരു നമ്പർ നോക്കാം. 23. ഈ 23 നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11.5 എന്ന് കിട്ടും. അതായത് 2 ഇതിൻ്റെ ഒരു ഫാക്ടർ അല്ല. ഇനി നെക്സ്റ്റ് നമ്മൾ 11.5 താഴെയുള്ള ഓരോ പ്രൈം നമ്പറുമായിട്ടും ഈ 23 ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ നമ്പേഴ്സ്? ഫസ്റ്റ് വൺ ആദ്യം 2 അല്ല, നമ്മൾ 2 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്തത്. നെക്സ്റ്റ് 2 കഴിഞ്ഞാൽ പിന്നെ 3 ആണ് വരുന്നത്. 23 divided by 3. അത് 7.666 ഇങ്ങനെ പോകും. അപ്പോൾ 3യും അതിൻ്റെ ഫാക്ടർ അല്ല. നെക്സ്റ്റ് ഏതാ? 5. 23 divided by 5 എന്ന് പറയുമ്പോൾ 4.6. 5യും ഇതിൻ്റെ ഫാക്ടർ അല്ല. 5 കഴിഞ്ഞാൽ ഏതാ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 23 divided by 7 3.285 എന്ന് കിട്ടും. അപ്പോൾ 7നും ഇതിൻ്റെ ഫാക്ടർ അല്ല. പിന്നെ വരുന്ന നമ്പറാണ് 11. 23 divided by 11
2.09 എന്ന് കിട്ടും. ഇപ്പോൾ 11 അല്ല. ഇനി നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. 13 11.5ന്റെ താഴെ അല്ല. അതായത് 23 ഒരു പ്രൈം നമ്പറാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 23 ഒരു പ്രൈം നമ്പർ അല്ല നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എല്ലാ നമ്പേഴ്സും ഡിവിസിബിൾ അല്ല, എല്ലാ പ്രൈം നമ്പേഴ്സും. സോ 23 ഈസ് എ പ്രൈം നമ്പർ. ഈ പ്രൈം നമ്പറിനെ നമുക്ക് പി എന്നെഴുതാം. നെക്സ്റ്റ് ടൈപ്പാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് ആണ്. അതായത് 1ന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും, അതായത് പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അതായത് 4, 6, 8, 9 എക്സെട്ര. 1 എന്ന നമ്പർ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. നെക്സ്റ്റ് വൺ ഈസ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 2. നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6 എക്സെട്ര. ആൻഡ് ഈവൻ നമ്പേഴ്സിന് നമുക്ക് ഇ എന്ന് വിളിക്കാം, ഇ എന്ന് എഴുതാം. ആൻഡ് another one is odd numbers. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5 എക്സെട്ര. ഇതുപോലെ നെഗറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ഓഡും ഈവൻ എന്ന് വിളിക്കാം. അതായത് ഈവൻ നമ്പേഴ്സിൻ്റെ കേസാണെങ്കിൽ -2, -3, -6 എക്സെട്ര. അതുപോലെ -1, -3, ഇവിടെ -4 ആണ്, -3, -5 എക്സെട്ര. ഓഡ് നമ്പേഴ്സിന് നമുക്ക് ഒ എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈപ്പാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും സം എടുത്താൽ ആ നമ്പർ തന്നെ കിട്ടും. അതായത് ഒരു നമ്പറിൻ്റെ ആ നമ്പർ ഒഴിച്ചുള്ള എല്ലാ ഫാക്ടേഴ്സിൻ്റെയും സം എടുത്താൽ ആ നമ്പർ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്പർ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 ആൻഡ് 6. ഇതിൽ 6 ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സം എടുക്കാം. 1 + 2 + 3 = 6 എന്ന് കിട്ടും. 1 + 2 + 3 = 6 എന്ന് കിട്ടും നമുക്ക്. സോ 6 is a perfect number. And next perfect number after 6 is 28. 28ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 ഉണ്ടാവും,
2 ഉണ്ടാവും, 4 ഉണ്ടാവും, ആൻഡ് 7 ആൻഡ് 14, ഓൾസോ 28. നമുക്ക് 28 ഇതിൽ 28 എടുക്കണ്ട, ബാക്കി എല്ലാ നമ്പേഴ്സിന് സം എടുക്കാം. 1 പ്ലസ് 4, 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 14 is equal to 1 plus 2 3, 3 plus 4 7, 7 plus 4 7 plus 7 14, 40 plus 14 is equal to 28. So 28 is a perfect number. പെർഫെക്റ്റ് നമ്പേഴ്സ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. പെർഫെക്റ്റ് നമ്പേഴ്സ് കാണാനുള്ള ഫോർമുലയാണ് 2 raised to p minus n times 2 raised to p minus 1. Here ഇവിടെ p എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സിനാണ്. p എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. And also 2 raised to p minus 1 അതും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. 2 raised to p minus 1 ഓൾസോ പ്രൈം നമ്പേഴ്സ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ? അപ്പം 2 raised ഫസ്റ്റ് പെർഫെക്റ്റ് നമ്പർ ഏതാ? 6 അല്ലേ? അപ്പം നമുക്ക് 6 ഈ ഫോർമുല വെച്ച് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ പിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2. അപ്പോൾ നമുക്ക് പിന്റെ സ്ഥാനത്ത് 2 വെച്ച് കൊടുക്കാം. അപ്പോൾ 2 raised to 2 minus 1 times 2 raised to 2 minus 1 equal to 2 raised to 2 minus 1 എന്ന് പറയുമ്പോൾ 2 raised to 1 2 times 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 minus 1 is equal to 2 into 4 minus 1 എന്ന് പറയുമ്പോൾ 3 2 into 3 equal to 6. ഇപ്പോൾ നമുക്ക് 6 ആയി കിട്ടുന്നുണ്ട്. അപ്പം 6 is a perfect number.